സുനിൽ, ഇപ്പോൾ രാഷ്ട്രീയമായി ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് MP-യെ ഇതാദ്യമായി SIT വിളിപ്പിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ ആദ്യത്തെ നേതാവിനെയാണ് വിളിപ്പിക്കുന്നത്. അദ്ദേഹം വെറും നേതാവല്ല, MP മാത്രമല്ല, അദ്ദേഹം UDF-ന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ യാത്ര രണ്ടാം ദിവസം എത്തി നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ബന്ധം സംബന്ധിച്ച് അടൂർ പ്രകാശ് നൽകിയ വിവരങ്ങളും പുറത്തുണ്ട്. അതൊരു മണ്ഡലത്തിലെ പരിചയക്കാരൻ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ അതിലപ്പുറം ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ഉറപ്പായിട്ടും SIT-ക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ ചോദ്യം ചെയ്യൽ. ഇത് രാഷ്ട്രീയമായി എങ്ങനെയാണ് പ്രതിഫലിക്കാനിരിക്കുന്നത് സുനിൽ? സ്മൃതി, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അന്ന് കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ പാർലമെന്റിൽ സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി ഉയർത്തിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ആ പാരഡി പാട്ടൊക്കെ തന്നെ പാടുകയും പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിച്ച് CBI അന്വേഷണം വേണം, കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന ആവശ്യമൊക്കെ ഉന്നയിച്ച് ഇത് ദേശീയ തലത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള ചർച്ചാ വിഷയമാക്കാൻ കോൺഗ്രസ് MP-മാരും UDF MP-മാരും ശ്രമിച്ചതാണ്. അപ്പോഴാണ് സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രം പുറത്തു വരുന്നത്. അപ്പോൾ പോറ്റിയെ ആരാണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് കയറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നീട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതാണ്. ഏതായാലും അടൂർ പ്രകാശിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് ഇത്തരം വിഷയങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസും UDF-ഉം ഒക്കെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ മുനയൊടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. തീർച്ചയായും ഇനി വിമർശനം UDF-ന് നേരെയും കോൺഗ്രസിന് നേരെയും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം UDF കാലത്താണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്, സന്നിധാനത്ത് കയറ്റിയത്, അന്ന് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അവിടുത്തെ താഴികമണികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അന്നത്തെ ദേവസ്വം ബോർഡ്, പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്തെ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ തന്നെ വിവാദമായി തുടരുന്നതിനിടയിലാണ് അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ, പോറ്റിയുമായി എന്താണ് ബന്ധം എന്നത് സംബന്ധിച്ചുള്ള വിഷയം SIT വിശദമായി അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ സോണിയാഗാന്ധിയുമായി പോറ്റി നിൽക്കുന്നതും അതിനൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമൊക്കെ തന്നെ കോൺഗ്രസിനെയും UDF-നെയും വലിയ പ്രതിരോധത്തിലാക്കിയതാണ്. അതിന് രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസും UDF-ഉം കേരളത്തിൽ വിയർക്കുമ്പോഴാണ് ഇപ്പോൾ അടൂർ പ്രകാശ് കൂടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ഈ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിലൊക്കെ തന്നെ തീർച്ചയായും അടൂർ പ്രകാശ് ദേശീയ തലത്തിലെ ഒരു നേതാവ് എന്ന നിലയിൽ കൂടി ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പാർലമെന്റ് അംഗമാണ്. സ്വാഭാവികമായും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും. പാർലമെന്റിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇനി ഈ വിഷയം ഉയർത്തിയാൽ നിങ്ങളുടെ നേതാവ് കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ, സംശയത്തിന്റെ നിഴലിലല്ലേ എന്ന ചോദ്യം കൂടി കോൺഗ്രസിനും UDF-നും ഒക്കെ ദേശീയ തലത്തിൽ കേൾക്കേണ്ടി വരും. ശരി, ദേശീയ തലത്തിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.